ഹായ് വെൽക്കം ടു ടിപ്പ് സ്റ്റോറീസ്. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 അക്കൗണ്ടൻസിയിലെ ഓണ എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓണത്തിൻ്റെ എക്സാം ഇങ്ങ് എടുത്തു. കാരണം 2-3 ദിവസമൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇനി നമുക്ക് ജയിക്കേണ്ട മാർക്ക് വരെ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ എന്ത് പഠിക്കണം, ഇതുവരെ പഠിക്കാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഇനി എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നമ്മളോട് ചോദിക്കുക, എത്ര മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക എന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം മുതലേ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കാണുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ തിയറീസ്, പ്രോബ്ലംസ്, എത്ര മാർക്കിന് വരും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് AFS കുട്ടികൾക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനും 2 പാഠങ്ങൾ നമ്മളിതിൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 1 നിന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 നിങ്ങൾക്ക് 2 കാറ്റഗറീസ് സ്റ്റുഡൻസാണ് നമുക്കുള്ളത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ AFS. അപ്പോൾ ഈ 2 സെറ്റ് ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഇതിൽ 2 കുട്ടികളും പഠിക്കേണ്ട ഫസ്റ്റ് പാർട്ടിലെ ടെക്സ്റ്റ് ബുക്കാണ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ 2 സ്റ്റുഡൻസും 2 സെക്ഷനിലുള്ള ആൾക്കാരും ഇത് പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ ടീച്ചേഴ്സും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ചാപ്റ്റർ ചില കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. പല ടീച്ചേഴ്സ് എടുക്കുന്നതല്ലേ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് നോക്കാം. നമ്മളിവിടെ പാർട്ട് 1 പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 1 അക്കൗണ്ടിങ് ഫോർ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫൈനൽ എക്സാമിൻ്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 8 to 10 മാർക്ക് വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. 8 to 10 മാർക്ക് വരെ നമ്മളോട് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫീച്ചേഴ്സ്. പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫീച്ചേഴ്സ് നമ്മളോട് ഒരു 4 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റൂൾസ് ഇൻ ആബ്സെൻസ് ഓഫ് ഡീഡ് എന്ന് പറഞ്ഞിട്ട് അതൊരു 3 മാർക്കിന് ചോദിക്കാം. എങ്ങനെ? ഇത് പല ടൈപ്സാണ് ചോദിക്കുക. നമ്മളോട് 5 കാറ്റഗറീസുകളുണ്ട്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിലില്ല എങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണോ, അതുപോലെ സാലറി അതോ റെമ്യൂണറേഷൻ കൊടുക്കണോ, അങ്ങനെ ആവശ്യമുണ്ടോ, കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുക. ഇതൊരു 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു 3 മാർക്കിന് വരെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളോട് ചോദിക്കാം. അടുത്തത് ഡീഡ് ആൻഡ് കണ്ടൻസ് ആണ്. അത് നമ്മളോട് 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞത്. അത് 4 മാർക്ക് മുതൽ 5 മാർക്ക് വരെ നമ്മളോട് ചോദിക്കാം. ചിലപ്പോൾ നമ്മളോട് 4 പോയിന്റ് എഴുതാൻ പറയും, ചിലപ്പോൾ നമ്മളോട് 5 പോയിന്റ് എഴുതാൻ പറയും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് ഓണം പരീക്ഷ പേപ്പറിലായാലും ക്രിസ്മസ് എക്സാമിലായാലും അതുപോലെ തന്നെ മോഡൽ എക്സാം പേപ്പറിലായാലും ഫൈനൽ എക്സാം പേപ്പറിലായാലും ഒക്കെ എപ്പോഴും കണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഈ ഒരു ചോദ്യം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തിയറി വരുന്നത് നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തിയറി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ തിയറിയുടെ മാർക്ക് ഫുള്ളും കിട്ടും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു 4 മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ വരാം, എന്തൊക്കെയാണ് അതിൽ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വരാം, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏതൊക്കെയാണ് അതിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. ആ ഒരു 4 മാർക്കിന് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു 5 മാർക്കിന് നമ്മളോട് ചോദിക്കാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. P&L ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ പിന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺ 2 മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അതൊരു 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആവറേജ്
ആവറേജ് മെത്തേഡും ഉണ്ട്, പ്രൊഡക്റ്റ് മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മെത്തേഡും ഇതിലേതെങ്കിലും ഒരെണ്ണം, ആവറേജ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്, ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളോട് എടുത്ത് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് നമ്മളോട് 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, 100% എന്തായാലും വരുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ നമ്മുടെ കുറേ പേപ്പേഴ്സിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇപ്പോൾ ഈ 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ജേണൽ എൻട്രീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ തന്നെ, വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ജേണൽസ് മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് തന്നെ എഴുതാൻ പറ്റുന്നതാണ് ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് തിയറി ആയിട്ടും പ്രോബ്ലംസ് ആയിട്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 8 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഓണം എക്സാമിന് നിങ്ങൾ പോകാൻ. അപ്പോൾ നമുക്കിനി അടുത്തത് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ വെയിറ്റേജ് നമ്മൾ നോക്കുമ്പോൾ 14 മാർക്ക് തൊട്ട് 16 മാർക്ക് വരെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. 2 ചാപ്റ്ററും തുല്യതയിൽ നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ. നമ്മളോട് കൂടുതൽ മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ചാപ്റ്ററുകളാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം കൊടുത്തതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. മോഡ്സ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 മാർക്കിന് നമ്മളോട് ചോദിക്കാം. പാർട്ട്ണർഷിപ്പിൻ്റെ ഡിഫറൻസ് ഓഫ് ടൈപ്സ് ഓഫ് മോഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ 2 മാർക്കിന് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 2 റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരു പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 2 റൈറ്റ്സ് ഉണ്ടാവും. 2 റൈറ്റ്സുകൾ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കാം. പുതിയ പാർട്ട്ണർ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന 2 റൈറ്റ്സ് ഏതാണ്. പിന്നെ ജേണൽ എൻട്രീസ് ഉണ്ടായിരിക്കും, അതൊരു 3-4 മാർക്കിന് വരാം. അതുപോലെ തന്നെ ഗുഡ് വിൽ ആൻഡ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഒരു 4 മാർക്കിന് വരും. അതുപോലെ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ പ്രോബ്ലമായിട്ടല്ല, പ്രോബ്ലം ചോദിക്കാം. പക്ഷേ സാക്രിഫൈസിങ് റേഷ്യോ 2 മാർക്കിന് നമ്മളോട് തിയറി ആയിട്ട് സാക്രിഫൈസിങ് റേഷ്യോ എന്നാൽ എന്ത്, അതുപോലെ തന്നെ അതിൻ്റെ റേഷ്യോ എഴുതുക, അതെന്താണ് എന്ന് എഴുതുക. അങ്ങനെയാണ് നമ്മളോട് 2 മാർക്കിന് അത് ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തിയറിയിൽ 2ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ദെൻ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ പ്രോബ്ലം വേസിൽ ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് വെച്ചിട്ടുണ്ടല്ലേ. അവിടെ നമുക്ക് ആവറേജ് പ്രോഫിറ്റും വരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആവറേജ് പ്രോഫിറ്റിൻ്റെതും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 2 കാര്യങ്ങളും നമ്മളോട് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ആവറേജ് പ്രോഫിറ്റ് ഓർ സൂപ്പർ പ്രോഫിറ്റ് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് നമ്മളോട് ഒരു 3 മാർക്കിന് ചോദിക്കാം. ന്യൂ റേഷ്യോ അത് നമ്മളോട് 2-3 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ എസ്സേ പ്രോബ്ലം ഉണ്ട് അല്ലേ. ഇതൊരു ഫൈനൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇതിൽ നമുക്ക് എന്താ പറയുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ദെൻ ബാലൻസ് ഷീറ്റ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഈ 3 കാര്യങ്ങൾ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയും. എത്ര മാർക്കിന്? 8 മാർക്കിനായിരിക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് നിങ്ങൾ ക്ലിയറായിട്ട് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. 8 മാർക്ക് വെറുതെ കളയരുത്. ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് റിവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 പാഠം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഓണം എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ 2 കാറ്റഗറീസിലുള്ള സ്റ്റുഡൻസും പഠിക്കേണ്ടതാണ് ഇത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? CA കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സ്റ്റുഡൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ചാപ്റ്റേഴ്സിൽ നിന്നിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്.
അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, കമ്പോണൻറ്റ് ഓഫ് എ CAS കൊടുത്തിട്ടുണ്ട്, അതുപോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് എ CAS കൊടുത്തിട്ടുണ്ട്, ടൈപ്സ് ഓഫ് കോഡ്സ് വിത്ത് എക്സാമ്പിൾ പറയുന്നുണ്ട്. വിത്ത് എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിക്കേണ്ടതാണ്, എക്സാമ്പിൾ അടക്കം നിങ്ങൾ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഫങ്ഷൻസിന് ലിബ്ര ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്, ടൈം ഫങ്ഷൻ വരും, അതുപോലെ തന്നെ ഡേറ്റ് ഫങ്ഷൻ വരും, അതുപോലെ തന്നെ അരിതമെറ്റിക് ഫങ്ഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. വിത്ത് എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തെഴുതാൻ പെട്ടെന്ന് പ്രയാസം വരാതെ എടുത്തെഴുതാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഇത്രയും നിങ്ങൾ എന്തായാലും 2 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് 2 ചാപ്റ്ററിൽ നിന്ന് വരിക. അതുപോലെ തന്നെ ദെൻ നമ്മുടെ AFSലേക്ക് പോവുകയാണെങ്കിൽ AFSത്തെ കുട്ടികൾക്ക് എഗെയിൻ നമ്മൾ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനോളം ഈ 2 ചാപ്റ്ററിൽ നിന്നും നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, അതുപോലെ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ, ജേണൽസ് ഏതൊക്കെയാണ്, ഫോർഫിച്ചർ, അതുപോലെ തന്നെ റീഇഷ്യൂ, കോൾസ് ഇൻ അരിയർ, പ്രൊറാറ്റ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബൈബാക്ക് ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ ഡിബഞ്ചർ ആൻഡ് ഷെയർസ് 5 മാർക്കിന്, ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് 4 മാർക്കിന്, ഓപ്ഷൻ ജേണൽസ് 5 മാർക്കിന്, പർച്ചേസ് കൺസിഡറേഷൻ 4 മാർക്കിന്. ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാവുന്ന 40 മാർക്ക് AFS സ്റ്റുഡൻസിന് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയുമാണ് അക്കൗണ്ടൻസി ഓണം എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും കൂടി സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. 2 ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മളുടെ തിയറി കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോബ്ലംസും നിങ്ങൾ ക്ലിയറായിട്ട് നോക്കി ചെയ്ത് അത് മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചിട്ട് തന്നെ പോവുക. ഓണം എക്സാമിന് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ക്ലിയറായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.